നമ്മളെല്ലാവരും നമ്മുടെ ഫോണിൽ റീചാർജ് ചെയ്യുന്നവരാണ്. നമ്മൾ പല ആളുകളും ഗൂഗിൾ പേയും ഫോൺ പേയും ഉപയോഗിച്ചാണ് റീചാർജ് ചെയ്യാറുള്ളത്. എന്നാൽ ഗൂഗിൾ പേയും ഫോൺ പേയും ഉപയോഗിച്ച് നമ്മൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് 2 രൂപ 3 രൂപ അവർ ചാർജ് പിടിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ ഓരോ റീചാർജിനും നമുക്ക് ഇങ്ങോട്ട് കമ്മീഷൻ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ട്രാഡ്ഗോ എന്നാണ്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നല്ല അടിപൊളി ആപ്ലിക്കേഷനാണ്. ഇതിൽ നമുക്ക് UPI ഉപയോഗിച്ചാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടും റീചാർജ് ചെയ്യാവുന്നതാണ്. ഇതിലെങ്ങനെയാണ് റീചാർജ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് പോകും. പ്ലേ സ്റ്റോറിൽ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ചെയ്യുക. ഡൗൺലോഡായ ഉടനെ തന്നെ അവിടെ ഓപ്പൺ എന്ന് കാണിക്കും. ആ ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്ത ഉടനെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP അതുപോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ ഒരു പേജ്, ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ആ പേജിൽ നിങ്ങളുടെ നെയിം, അതുപോലെ തന്നെ പാസ്വേഡ്, ഇമെയിൽ ID, അതുപോലെ തന്നെ റെഫറൽ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡുണ്ടായി. അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. എൻ്റർ റെഫറൽ കോഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കാതെ അതുപോലെ തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിന്നൊരു ചെറിയൊരു എമൗണ്ട് ബോണസായിട്ട് കിട്ടാറുണ്ട്. അത് മിസ്സാവാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ അടിച്ചു കൊടുക്കണേ. നിങ്ങളുടെ പേര് കൊടുക്കുക, അതുപോലെ തന്നെ ഒരു പാസ്വേഡ് കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക. അതിന് ശേഷം എൻ്റർ റെഫറൽ കോഡ് എന്ന് പറഞ്ഞു കൊടുത്ത് ഇതുപോലെ തന്നെ ട്രാഡ്ഗോ 4880-155 എന്ന് പറഞ്ഞ ഈ കോഡ് നിങ്ങൾ മസ്റ്റായിട്ടും അടിച്ചു കൊടുക്കുക. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ റെഫറൽ കോഡ് കാണിക്കില്ല. അപ്പോൾ റെഫറൽ കോഡ് നിർബന്ധമായിട്ടും അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു പേജിലേക്കാണ് അത് ഓപ്പൺ ആവുക. ഇതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് എന്ത് റീചാർജ് വേണമെങ്കിലും ഇതിൽ ചെയ്യാം. ബസ് ബുക്കിംഗ് ചെയ്യുക, അതുപോലെ തന്നെ മൊബൈൽ റീചാർജ് ചെയ്യുക, DTH റീചാർജ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ബില്ലടക്കം, ഗ്യാസ് ബില്ലടക്കം എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് റീചാർജ് ചെയ്യുന്നതെന്ന് വളരെ ഈസി ആയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ മൊബൈൽ റീചാർജിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. മൊബൈൽ റീചാർജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നമ്പർ അവിടെ അടിച്ചു കൊടുക്കാൻ പറയും. അപ്പോൾ ഏത് നമ്പറിലേക്കാണ് നമുക്ക് റീചാർജ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക. എൻ്റെ നമ്പറൊക്കെ ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്പേഴ്സൊക്കെ അടിച്ചു കൊടുത്തു. അതിന് ശേഷം അവിടെ ഓഫേഴ്സൊക്കെ കാണിക്കും, എന്തൊക്കെയാണ് ഓഫർ ഉള്ളതെന്നൊക്കെ കാണിക്കും. അപ്പോൾ ഞാനിപ്പോൾ 189 ഒരു ചെറിയ പ്ലാനാണ് ചെയ്ത് കാണിക്കുന്നത്. 189 സെലക്ട് ചെയ്യുന്നു. അതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുന്നു, പേ കൊടുക്കുന്നു. പേ കൊടുക്കുന്ന സമയത്ത് അവിടെ ചോദിക്കും നിങ്ങൾക്ക് ഏത് വഴിയാണ് പേ ചെയ്യേണ്ടത്. ക്രെഡിറ്റ് കാർഡ് വഴിയാണോ, അതല്ല UPI വഴിയാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടതെന്ന് അവിടെ കാണിക്കും. അപ്പോൾ അതിൽ UPI ആണ് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്. UPIയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പേ കൊടുക്കുക. നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് ഇതിൽ റീചാർജ് ചെയ്ത ആളുകളാണെങ്കിൽ ഇതുപോലെ വാലറ്റിലുള്ള എമൗണ്ട് വെച്ചിട്ട് തന്നെ നമുക്ക് റീചാർജ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ UPI ഉപയോഗിച്ച് ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നത്. ഗൂഗിൾ പേ ചെയ്യുക, ഫോൺ പേ വഴി ചെയ്യുക. നമ്മൾ ഗൂഗിൾ പേ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഗൂഗിൾ പേക്ക് നേരെ നോട്ടിഫിക്കേഷൻ പോകും. അവിടെ പോയിട്ട് നമ്മുടെ പാസ്വേഡും അടിച്ചു കൊടുത്താൽ നേരെ റീചാർജ് ആവുന്നതാണ്. അതിവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അത് ചെയ്ത് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നമ്മുടെ വാലറ്റിൽ ക്യാഷ് ക്രെഡിറ്റ് ആകും. ആ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് അടുത്ത റീചാർജിൽ നമ്മൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 159 പ്ലാനാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ വാലറ്റിൽ 2 രൂപ ഉണ്ടെങ്കിൽ അടുത്ത തവണ നിങ്ങൾ 187 രൂപ കൊടുത്താൽ മതി. ബാക്കി വാലറ്റിലത്തെ എമൗണ്ടും കൂടി കൂടിയിട്ടായിരിക്കും നമ്മൾ കയ്യിൽ നിന്ന് അടുത്ത റീചാർജിന് ഈടാക്കുക. അപ്പോൾ നമുക്കവിടെ 2 രൂപേൻ്റെ ഡിഫറൻറ്റ് വരും. പിന്നെ അതുപോലെ തന്നെ കറണ്ട് ബില്ല് അങ്ങനത്തെയൊക്കെ DTH അങ്ങനത്തെ റീചാർജിനൊക്കെ 5 രൂപ 10 രൂപ വരെ നമുക്ക് കമ്മീഷൻ കിട്ടും. അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ നമ്മുടെ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ എന്നോട് സംശയങ്ങൾ ചോദിച്ചാൽ മതി. ഞാൻ വളരെ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. എന്നിട്ട് നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ ഇത് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കയറിയിട്ട് ഡൗട്ട് ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി.